ഇന്നലെ വരെ അർജന്റീന എന്ന് പറഞ്ഞ രാജ്യത്തിനോട് റെസ്പെക്ട് ഉണ്ടാണ്. ഞാൻ ഇല്ല, ഞാൻ അർജന്റീന എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ കൊടിക്കും വിലല്ല. ഉളുപ്പുണ്ടല്ലോടാ അതേമാതിരി കുമ്പിട്ടെടുത്ത് ജയിക്കാൻ. എന്നിട്ട് ഇങ്ങനെയല്ലല്ലോ നീ ആദ്യത്തെ റീലില് പറഞ്ഞേ. ഏതായാലും അടിപൊളിയാണ് കളി, കംബാക്ക് ഒക്കെ കിട്ടില്ലേ. ഞാനിന്ന് ഇങ്ങോട്ട് നാറിയിട്ട് ചൊണ ഇങ്ങനെ ഇളിഞ്ഞിട്ട്. ആദ്യത്തെ വീഡിയോയിലോ മെസ്സി സൂപ്പർ, അർജന്റീന ടീം കിടില, വാട്ടേ കംബാക്ക്, ഓ മൂടേഷാ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഇൻസ്റ്റാ കട്ട്സും ടിക്ടോക്ക് വീഡിയോസും കണ്ടു വന്നിരുന്ന് നാണം ഉണ്ടോടാ നിനക്കൊക്കെ? നീയൊക്കെ കുനിഞ്ഞു കൊടുത്തിട്ടല്ലേടാ നീയൊക്കെ കപ്പ് കൊണ്ടോണ? എടാ ചെറ്റകളല്ലേടാ നീയൊക്കെ? എടാ എന്താണ് നിനക്ക് മൂഡ് സ്വിങ്സ്? നീ അത്രയ്ക്കാണെങ്കിൽ നീ നാളെ തൊട്ട് അവിടെ റെഫറി അടിച്ചെന്നില്ലേ? കത്തിക്കടാ, ഫ്ലക്സ് മുറിച്ചിടടാ. കൂമ്പ് അല്ല ഉറുമ്പെന്തോ ഷർട്ടില്. എടാ ഞാൻ ഒരു മെസ്സി ഫാനാണ്, അപ്പൊ ഞാൻ എന്തായാലും അർജന്റീനയിലേക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യണത്. പക്ഷെ ഇന്ന് വരെ വേറൊരു പ്ലെയറിനെ മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ മോശമായിട്ടോ ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റോ ഒരു സ്റ്റോറി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. കളിയുടെ ആ ഒരു സ്പിരിറ്റ് വെച്ച് കളിക്കാതെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ട്രോളും പറയും. പക്ഷെ അതുപോലെയല്ല ഇവിടെ കുനിഞ്ഞു കൊടുത്ത് പറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി അപരാധമൊക്കെ പറഞ്ഞ് ഇങ്ങനെ റീച്ച് ഉണ്ടാക്കണ ഒരു ടീമിനെ പറ്റി ഒരു പ്ലെയേഴ്സിനെ പറ്റി ഇങ്ങനത്തെ റീച്ച് ഉണ്ടാക്കണ വേണ്ട. ഇവിടെ ഇന്നലെ അങ്ങളിട്ട മൂന്നാമത്തെ ഗോളതാ, അതത് സെലാഹിനെ ഫൗൾ ചെയ്തിട്ടാണ് പോണത്. ഒന്നുമില്ല. കാരണം എന്താ, റഫറിക്ക് കുമ്പിട്ടെടുക്കല്ലടാ ഫിഫക്ക്. 79-ാം മിനിറ്റ് വരെ ഈജിപ്റ്റ് വിഷയങ്ങളി, ഒരു രക്ഷയില്ല. റഫറി എന്തോടെ ഇത് കിടില റഫറി. അപ്പം വരെ അച്ചാന്നും പിന്നെ എടാ ഇപ്പം കപ്പ് ആരെ എടുക്കട്ടെ? ഇപ്പൊ ആൾറെഡി ബ്രസീലും പോർച്ചുഗലും പുറത്തായി. ഇനി അടുത്ത കളി വേണമെങ്കിൽ അർജന്റീനയും പുറത്താവാമെന്ന് ആർക്കും പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാതിരി ചെറ്റ വർത്താനൊന്നും വേണ്ട. ശരി, ഇനി നീ അഥവാ പറഞ്ഞാലും നമുക്കത് കേട്ടോണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.